ഹായ് ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് കണ്ണൂരിലേക്ക് പോവുകയാണ്. വേറൊന്നുമല്ല, എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ബായ്. ഞാനപ്പോൾ എൻ്റെ അനിയൻ്റെ ഗിഫ്റ്റും എൻ്റെ അനിയത്തിൻ്റെ ഗിഫ്റ്റും ആയിട്ടൊക്കെയാണ് പോകുന്നത്. ഇനി ബാക്കി അവിടെ ചെന്നിട്ട് അങ്ങനെ ഞാനും എൻ്റെ ചേട്ടനും കൂടെ ട്രെയിനിലേക്ക് പോകാൻ വേണ്ടി മേഘത്തെ നിലയിലേക്ക് പോവുകയാണ്. ഇതാണെന്ന് തോന്നുന്നു ഞങ്ങളെ ട്രെയിൻ. അങ്ങനെ ഞങ്ങളിപ്പോൾ കണ്ണൂരെത്തി. അങ്ങനെ ഞങ്ങളുടെ അങ്കിള് ഞങ്ങളെ കണ്ണൂർ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്തു. അപ്പം ഞങ്ങൾ കണ്ണൂരിലെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം പോകുന്ന വഴിയിൽ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളിപ്പം കാണുന്നത്. ഞങ്ങൾ കണ്ണൂരിലെ വീട്ടിലെത്തി. ഞാൻ അർഷദിന് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അവൻ്റെ പേര് അർഷദ് എന്നാണ് കേട്ടോ. അപ്പം ഇതെൻ്റെ വാവയാട്ടോ. അവർക്ക് ഗിഫ്റ്റ് കൊടുത്തു. എൻ്റെ അങ്കിള് ഗിഫ്റ്റ് കൊടുത്തു. ഇപ്പം എൻ്റെ അങ്കിള് കൊടുത്ത ഒരു ഗിഫ്റ്റ് ആട്ടോ. എൻ്റെ ആണ്. അപ്പം അത് ഫിറ്റ് ചെയ്തോടെയാണ്. അർഷദ് അകത്ത് കയറി. അവന് ഗിഫ്റ്റ് ഒത്തിരി ഇഷ്ടമായി. അവൻ അതിനകത്ത് തന്നെ കയറി ഇരിക്കുകയാണ്. അവൻ്റെ വാവേനെയും വെച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഫോട്ടോസാണ് വാവേൻ്റെ കൂടെ ഇരിക്കുന്നത്. വാവയ്ക്ക് ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റാണ്. ഇതെൻ്റെ അങ്കിളും വാവയാണ്, ഞാനും അർഷദും. അങ്ങനെ ഞങ്ങൾ അവൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പോഴത്തെ കുറച്ച് ഫോട്ടോസാണ്. ഇതാണ് അവൻ്റെ കേക്ക്. അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അടിപൊളി ഫുഡായിരുന്നു. ഇതായിരുന്നു ഫുഡ്, ബിരിയാണി ആയിരുന്നു. അങ്ങനെ അർഷിദ് ക്രിക്കറ്റ് ബാറ്റ് സെറ്റൊക്കെ കൊണ്ടുവന്നു. ഞങ്ങൾ അത് കളിച്ചു. അപ്പം ഞങ്ങളൊരു കാര്യം പ്ലാൻ ചെയ്തു. ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങളിപ്പം പുറത്തേക്ക് പോകാൻ പോവുകയാണ്. ആദ്യത്തെ ഞങ്ങളെ യാത്ര പെരളശ്ശേരിയിലോട്ടായിരുന്നു. അവിടെ വളരെ മനോഹരമായിരുന്നു. നല്ല അടിപൊളിയായിട്ട് സ്റ്റെപ്സൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഞങ്ങൾക്ക് വേണമെങ്കിൽ കയറിയായിട്ട് ഇരിക്കാം. പിന്നീട് ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കാല് കൊണ്ട് വെച്ചാൽ അവിടെയുള്ള കുറേ മീനുകൾ വന്ന് കൊത്തും. നല്ല രസമായിരുന്നു. ഞങ്ങളവിടെ കുറേ നേരം എൻജോയ് ചെയ്തു. മീനുകളൊക്കെ അടുത്ത് വരുന്ന നിങ്ങൾ കണ്ടോ? നല്ല രസമാണ്. നിങ്ങൾ കണ്ണൂർ വരണമെങ്കിൽ എന്തായാലും ഇവിടെ വരാൻ മറക്കരുത്. അടുത്ത ഞങ്ങളെ യാത്ര ബീച്ചിലോട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ സാൻഡിലൊക്കെ കളിച്ചു. അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഇനി ബീച്ചിലോട്ട് ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ ബീച്ചിലോട്ട് ഇറങ്ങി. അങ്കിള് വാവേനെ കാലിൽ വെള്ളമൊക്കെ നനപ്പിച്ചു. ഞങ്ങളും ബീച്ചിൽ അടിച്ച് പൊളിച്ചു. നല്ല രസമുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. പേര് ഡിസ്നി വേവ് എന്നാണ്. അങ്ങനെ അർഷിദ് അവിടെയുള്ളൊരു സ്ലൈഡിലൊക്കെ കയറി അവ എൻജോയ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ അവിടെയുള്ള കാർ ഡ്രൈവിങ്ങിലോട്ട് കയറി. അവിടെ ഞങ്ങളെല്ലാവരും നല്ല അടിച്ച് പൊളിച്ചു. അങ്ങനെ ഞങ്ങളെ സാഹചര്യങ്ങൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് അടിച്ച് പൊളിച്ചു. അങ്ങനെ ഞങ്ങളിവിടെ വളരെ നല്ലപോലെ എൻജോയ് ചെയ്തു. ഷൂട്ടിംഗ് ഒക്കെ ചെയ്തു. അവരെല്ലാവരും നല്ല അടിപൊളിയായിട്ട്. അടുത്ത ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ അടുത്ത യാത്രയ്ക്കായി പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നത് സെൻറ്റ് ആഞ്ചലോ ഫോർട്ടിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അവിടെ ഫോട്ടോസൊക്കെ എടുത്തു. സെൻറ്റ് ഏഞ്ചലോ ഫോർട്ട് കണ്ണൂരിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ പശ്ശിനിക്കടവിലോട്ട് വന്നു. പശ്ശിനിക്കടവെന്ന് വെച്ചാൽ സ്നേക്ക് പാർക്കാണ്.
സൂ സ്നേക്ക് പാർക്ക്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് വന്നു. അവിടെ ഞങ്ങൾ പാമ്പിനെയൊക്കെ കാണാനാണ് വന്നത്. ഇതാണ് സ്നേക്ക് പാർക്കിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ഇതിൻ്റെ അകത്തുനിന്ന് നടക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഫിഷസിനാണ്. അപ്പോൾ ഇവിടെ ഇത് അക്കോറിയം കേട്ടോ. അപ്പം ഇവിടെ കുറേ ഫിഷുണ്ട്. വളരെ രസകരമാണ്. കണ്ണൂരൊക്കെ വരുമ്പോൾ ഇവിടെ വരണം. നല്ല രസകരമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഞങ്ങൾ അക്കോറിയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം പപ്പ ഞങ്ങൾക്ക് കരിമീൻ ജ്യൂസ് വാങ്ങിച്ചു തന്നു. ഇതാണ് ഞങ്ങൾ താമസിച്ച വീട്. അപ്പം നല്ല രസമായിരുന്നു കണ്ണൂർ യാത്ര. ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. ബായ്. ബിനോങ്കിലും ജീനാൻ്റിയും കുഞ്ഞാവെ അർഷിതും കൂടെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി. ഐ ലവ് കണ്ണൂർ.